ഹലോ ട്രേഡേഴ്സ്, ഇന്ന് 6th ജൂലൈ ആണ്. 9:30 ടൈം ആയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എന്താണ് മാർക്കറ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമുക്ക് രാവിലെ ഒരു ചെറിയ ഗ്യാപ്പ് ഓപ്പൺ തന്നതിന് ശേഷം അപ്സൈഡിലേക്കൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 65 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് രാവിലെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ പോലെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഈ ഒരു ഏരിയ ആയിരുന്നിരിക്കണം നമ്മുടെ ടാർഗറ്റ്. പക്ഷെ നമ്മൾ ആദ്യത്തെ 15 മിനിറ്റിൽ ട്രേഡ് ചെയ്യില്ല. സോ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. PCR മോർണിംഗിൽ 1 ആയിരുന്നു, ഇപ്പോൾ ഇത് 1.1 ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് തോന്നുന്നതൊരു ബുള്ളിഷ് മൊമെൻറ്റം ആയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ നോക്കിയാൽ ഇവിടെ ഒരു സെൽ ഓഫ് നടന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പുൾ ബാക്കിൽ നമുക്ക് ലോങ് സൈഡിലേക്ക് എൻട്രി എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു 24,450, 24,475 ഈ ഒരു ഏരിയയുടെ ഇടയ്ക്ക് വേറെ റെസിസ്റ്റൻസ് ഒന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് നല്ല സെൽ ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 100 പോയിൻറ്റോളം അവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റേണ്ടതാണ്. നമുക്ക് എന്തായാലും ഈ ഒരു പ്രീമിയം നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. 24,378 ആണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 24,350 കോള് നമുക്ക് മോണിറ്റർ ചെയ്യാം. എങ്ങനെയാണത് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. 24,350 കോള് ഇവിടുന്ന് ഒരു റിജക്ഷനാണ് കാണുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല വോളിയം ക്യാൻഡിലായിരുന്നു അപ്സൈഡിലേക്ക്. അത് പിന്നെ VWAPന്റെ മുകളിലാണ് ട്രേഡ് ചെയ്ത് പോയത്. PCR ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അത് കിട്ടുന്നവരെ. നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. PCR നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1.1 ഒക്കെ ആയിരുന്നത് 1.24 എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഗുഡ് ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മൾ ഇവിടെ ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലോങ് എൻട്രി ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നതിന് ശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ എൻട്രി ഇല്ല. ഇതിപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റിലാണ് പോകുന്നത്. ഇതിനി ക്ലോസ് ചെയ്യാൻ ഒരു 4 മിനിറ്റ്സ് പ്ലസ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അറൗണ്ട് ഈ ഒരു ഏരിയയിൽ എൻട്രി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ടാർഗറ്റ് നമ്മുടെ 24,476 ആണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഏരിയയുടെ അടിയിൽ വയ്ക്കാം. അതുപോലെ തന്നെ പ്രീമിയത്തിലേക്ക് വരികയാണെങ്കിൽ പ്രീമിയത്തിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടണം. 89 ആ ഒരു ഏരിയയിൽ നിന്ന് ടാർഗറ്റ് നമുക്ക് 160, 159, 160 ആ ഒരു ലെവല്. SL നമ്മൾ വയ്ക്കുക ഈ ഒരു VWAP ലൈൻ്റെ അടിയിൽ, ഈ ഒരു കൺസോൾട്ടേഷൻ്റെ അടിയിലാണ്. അത് അറൗണ്ട് 61.90 എന്നാണ് നമ്മുടെ എൻട്രി. 30 പോയിൻറ്റ്സിൻ്റെ SL ഉണ്ട്. കുറച്ച് വലുതാണ്. നമുക്ക് നോക്കാം. ഒരു ഫുൾ ബാക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു 77, 80 ആ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതർവൈസ് നമ്മുടെ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഈ ക്യാൻഡിൽ ക്ലോസ് വരണം, പിന്നീട് ഒരു ഫുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. 30 പോയിൻറ്റ്സ് SL കുറച്ച് കൂടുതലാണ്. സോ ഇതൊരു ഫുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു എൻട്രി ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ SL കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ആ സമയത്ത് പുതിയൊരു സ്വിങ് ഉണ്ടാവുകയും ചെയ്താൽ. ഞാൻ 48 ആയിട്ടുണ്ട് ടൈം. 950 ക്യാൻഡിൽ ക്ലോസ് ആവുന്നതിന് ശേഷം ഇതൊരു റീട്രേസ്മെൻറ്റ് നല്ലൊരു വോളിയം ക്യാൻഡിലാണ് ക്ലോസ് ആവുന്നത്. ഇവിടെയാണെങ്കിലും ഗ്രീൻ വോളിയം കൂടുതലാണ്. ഗ്രീൻ ക്യാൻഡിലുകളുടെ വോളിയം ഭയങ്കര കൂടുതലാണ്. ബ്രേക്ക് ഔട്ട് നിന്ന് ക്ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, 90 to 90 ഏരിയയിലേക്ക് ഇത് റീട്രേസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം. ഒരുപാട് റീട്രേസ്മെൻറ്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രീമിയത്തിൽ 91 നമുക്കിത് കുറച്ചൊരു ട്രെയിൽ ചെയ്ത് മേലെ വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്കൊരു 91 എൻട്രി. അപ്പോൾ നമുക്കൊരു 68, 70 നല്ലൊരു പോയിൻ്റാണ്. ഓക്കെ, നമുക്കിവിടെ എന്തായാലും എൻട്രി ചെയ്യാം. 93 നമുക്ക് 92.5 എൻട്രി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 69 ആണ്. അറൗണ്ട് ഒരു 23 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. ടാർഗറ്റ് നമുക്ക് 1:3 എടുത്തിട്ടുണ്ട്. PCR ഇൻക്രീസ് ചെയ്തിരുന്നു. PCRൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. PCR ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 1.33 ആയിട്ടുണ്ട്. 1.1 ഒക്കെ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആണ്. സോ ഇതാണ് ഇന്നത്തെ ട്രേഡ്. നമുക്ക് ഈ ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം. എന്താവും എന്ന് നോക്കാം. നമുക്ക് ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യാം. 118 നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാര്യം 0.2% ഡ്രോപ്പായി. നമ്മുടെ ഏരിയയും ഏറെക്കുറെ എത്താറായിട്ടുണ്ടല്ലോ. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇനി ഒരു സെല്ലിങ് വന്നാൽ നല്ലൊരു ഫോളും വരാൻ സാധ്യതയുണ്ട്. സോ 92 118 വരെയായിരുന്നു നമ്മുടെ ട്രേഡ് പോയത്. ഓക്കെ, ആ ഒരു ട്രേഡ് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുട്ട് സൈഡിലേക്ക് ഇപ്പോൾ ഒരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ PCR 1.84 78 ഡ്രോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു സെനേരിയോയിൽ PCR ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രീവിയസ് ട്രേഡ് എക്സിറ്റ് ചെയ്തത്. ഇപ്പോഴും PCR താഴെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് തരുമ്പോൾ PCR കൺസിഡർ ചെയ്തതിന് ശേഷം ഇത് 24,450 PE ആണ് നമ്മൾ ഈ ചാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു VWAPന് മേലെ ഒരു ക്ലോസ് തരികയും ഒരു വോളിയം ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു
പുട്ട് സൈഡിലേക്ക് ട്രേഡ് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം ഓൾറെഡി 1:30 ആവാറായി. ഇപ്പോൾ വലിയൊരു ഫോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് പ്രീമിയം ഒന്നും ഗെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് നോക്കാം, ഇൻ കേസ് അങ്ങനെ ഒരു സെറ്റപ്പ് വന്നാൽ എത്രയും പെട്ടെന്ന് വരുന്നോ അത്രയും പെട്ടെന്ന് 2 o'clock മുമ്പ് വരികയാണെങ്കിൽ നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അതർവൈസ് നമുക്ക് ഇന്നത്തെ ആ ഒരു ട്രേഡ് കൊണ്ട് നിർത്താം. എന്തായാലും ആദ്യം ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഇത് ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ ഗൈസ്, മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ആകാത്തത് കൊണ്ട് നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എടുത്താൽ തന്നെയും ഇപ്പോൾ എടുക്കണമെങ്കിൽ ഒരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എടുക്കാം. അതർവൈസ് എടുത്താൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അറൗണ്ട് 20 points ഉണ്ടാവും. പക്ഷേ ടാർഗറ്റ് അധികം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ ഈ ഒരു ഏരിയയിലായിരുന്നു ഇത് പ്ലാൻ ചെയ്തിരുന്നത്. 24,443 എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഓൾറെഡി 40 points മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു വിവാപ്പിൻ്റെ ഒരു ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അന്നേരം എൻട്രി എടുക്കാത്തത്. സോ നമുക്ക് നോക്കാം, കുറച്ചൊരു കൺസോളിഡേറ്റ് ഒക്കെ ചെയ്ത് മാർക്കറ്റ് കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രീമിയം താഴ്ത്തി നമുക്ക് എൻട്രി എടുക്കാം. ഒരു 10-15 points ഒക്കെ ആണെങ്കിൽ നമുക്ക് എൻട്രി അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു എൻട്രി സെറ്റപ്പ് വന്നിട്ടുണ്ട്. പുൾ ബാക്ക് കിട്ടി. നമുക്കിവിടെ ഒരു വോളിയം ക്യാൻഡിൽ ഉണ്ടാകുന്നത് നമുക്കിവിടെ ഒരു ലോങ് സൈഡ് ഷോർട്ട് സൈഡ് ഈ ബൈ ചെയ്യാം. 24,450 90 rupees 90 rupeesന് ബൈ ചെയ്തു. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് 70 rupees 20 rupeesൻ്റെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് നമുക്ക് കുറച്ച് ഈ ഒരു ഏരിയയിലേക്ക് വെക്കാം. 1:2 എങ്കിലും വെക്കാം ഈ ഒരു ലെവൽ. എന്തായാലും സിസ്റ്റത്തിൽ വെക്കുന്നില്ല. നമുക്കിവിടെ ഈ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു 375 ഏരിയയാണ്. അതായത് രാവിലത്തെ ആ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തന്ന ആ ഒരു ഏരിയയാണ്. അവിടേക്ക് വരുമ്പോൾ നമുക്ക് അവിടുത്തെ ബിഹേവിയർ അനുസരിച്ച് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഇപ്പം എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വരുന്ന പോലെ നോക്കാം, എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. സോ ഈ ട്രേഡ് എടുക്കാനുള്ള സാഹചര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നപ്പം OIL, അതായത് നമ്മുടെ PCR ഡ്രോപ്പ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രോപ്പ് ആകുന്ന സമയത്ത് അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർക്കറ്റ് ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നൊരു റീട്രേസ്മെൻറ്റ് തന്നാൽ അതേ സമയത്ത് ഈ ഒരു പ്രീമിയത്തിലും വിവാപ്പിൻ്റെ മേലെ ഒരു ക്ലോസും വോളിയൊക്കെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എൻട്രി ചെയ്യാനായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് ഇങ്ങോട്ടെത്താൻ നല്ല സമയമെടുത്തു. അതുകൊണ്ട് നമുക്ക് എൻട്രി കിട്ടിയത് പ്രീവിയസ് ക്യാൻഡിലാണ്, 2.5 ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്, വിച്ച് ഈസ് ദിസ്. ഇതിലാണ് നമ്മൾ എൻട്രി ചെയ്തത് ഈ ഒരു പുൾ ബാക്ക് വന്നപ്പോൾ. സോ നമ്മുടെ SL ഏറെക്കുറെ ഈ ഒരു ഏരിയയിലായിരിക്കും. TP നമ്മുടെ 375 എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അതായിരുന്നു നമ്മുടെ. അപ്പോൾ അതേസമയം നമ്മുടെ PCRും നല്ല രീതിയിൽ 78 ആയിരുന്നു. 78-83 ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടാണ്. 84 ഒക്കെ കണ്ടാണ്. അതും ഡ്രോപ്പ് ചെയ്ത് 64 എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലേക്ക് വന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു എൻട്രി അറ്റംപ്റ്റ് ചെയ്തത്. അത് ചുമ്മാ ചാടിക്കറി എടുത്ത എൻട്രി അല്ല, നമ്മുടെ എല്ലാ ക്രൈറ്റീരിയകളും ഫുൾഫിൽ ചെയ്യുന്ന ഒരു എൻട്രി ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് എടുത്തത്. 20 pointsൻ്റെ സ്റ്റോപ്പ് ലോസ്, 92 ഇന്ന് 130 ആണ്. നമ്മൾ ഒരു 30 pointsൻ്റെ SL ആണ് TP ആണ് വെച്ചിരിക്കുന്നത്. സിസ്റ്റത്തിൽ വെച്ചിട്ടില്ല. ഇൻ കേസ് വലിയ ഫോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മൂവ്മെൻറ്റ് കിട്ടും. ഇവിടെ ഈ ഒരു ഏരിയ നല്ല ബൈങ് ആണ്. ഈ ഒരു ബൈങ് ഇവിടെ നിന്നുള്ള ഈ ഒരു വോളിയം ബൈ ആണ് ഇത് പയ്യെ മാർക്കറ്റിന് മേലെ കൊണ്ടുപോയത്. അപ്പോൾ തിരിച്ച് നമുക്ക് ഇവിടെ വരെ കിട്ടേണ്ടതാണ്. പക്ഷേ ദിസ് ഈസ് എ സപ്പോർട്ട്. ഈ ഒരു സാധനം, ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് പോകാൻ പോകുന്നതെന്ന്. എന്തായാലും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. 5.2 വന്നിട്ടുണ്ട്. PCR നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം. നല്ലൊരു വോളിയം ക്യാൻഡിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ട്രേഡ് ഇവിടെ തന്നെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങാം. ബ്രേക്ക് ഇവനിൽ തന്നെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങാം. 88 അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ 10 വയസ്സിലും കൂടെ പോകാൻ സാധ്യതയുണ്ട്. 3 മണിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് അപ്സൈഡ് ആണെങ്കിൽ ഓൾറെഡി മാർക്കറ്റ് ബുള്ളിഷാണ് ഇന്നത്തെ ദിവസം. ഈ ഒരു ട്രേഡ് നമുക്ക് ഇവിടെ ഇറങ്ങാം. ബ്രേക്ക് ഇവനിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ ഇറങ്ങാണ്. നാളെ വീണ്ടും വേറൊരു വീഡിയോയിൽ വരാം. ഇന്നത്തെ 2 ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ട്രേഡ് നമുക്ക് ഇതിൽ ഒരു 26 pointsൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. രണ്ടാമത് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് വന്നപ്പം ഒരു ട്രേഡ് എടുത്തു. നമ്മുടെ ഡയറക്ഷനിലൊരു 14 points പോയിരുന്നു. അതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ ബ്രേക്ക് ഇവനിൽ എക്സിറ്റ് ചെയ്തു. നമ്മൾ ഇറങ്ങിയത് വളരെ നന്നായി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയി. സോ ഇന്നത്തെ ദിവസം 26 points നമ്മൾ ബുക്ക് ചെയ്തു. നല്ല സ്റ്റാർട്ടിംഗ് ആണ് ഈ വീക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.